ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരേ കൃഷ്ണ. ശ്രീ ചൈതന്യ ചരിതാമൃത ആദിലീല അധ്യായം 11 നിത്യാനന്ദ വിസ്തരണങ്ങൾ. ശ്ലോകം 41 മുതൽ 46 വരെ. ശ്ലോകം 41. മഹാഭാഗവത ശ്രേഷ്ഠ ദത്ത ഉദാഹരണാം സർവഭാവേ സേവേ നിത്യാനന്ദേര ചരണാം. മഹാഭാഗവത ശ്രേഷ്ഠ ദത്ത ഉദാഹരണാം സർവഭാവേ സേവേ നിത്യാനന്ദേര ചരണാം. മഹാഭാഗവത ശ്രേഷ്ഠ ദത്ത ഉദാഹരണാം സർവഭാവേ സേവേ നിത്യാനന്ദേര ചരണാം. ഹരേ കൃഷ്ണ പ്രഭു. മഹാഭാഗവത ശ്രേഷ്ഠ ദത്ത ഉദ്ധാരണ സർവഭാവേ സേവേ നിത്യാനന്ദേര ചരണ. പ്രധാന പദാർത്ഥം: മഹാഭാഗവത മഹാഭക്തൻ, ശ്രേഷ്ഠ മുഖ്യൻ, ദത്ത ദത്തൻ എന്ന വംശനാമം, ഉദ്ധാരണ ഉദ്ധാരണൻ, സർവഭാവേ എല്ലാ ബഹുമാനങ്ങളോടും കൂടി, സേവെ ആരാധിക്കുന്നു, നിത്യാനന്ദേര നിത്യാനന്ദന്റെ, ചരണ ചരണങ്ങൾ. വിവർത്തനം ശ്രീല പ്രഭുപാദ് മഹാരാജ്ക്ക് ജയ്. ഗോപവാദന്മാരിൽ 11ാമനായ ഉദ്ധാരണ ദത്ത ഠാക്കൂർ നിത്യാനന്ദ പ്രഭുവിന്റെ ഒരു ശ്രേഷ്ഠ ഭക്തനായിരുന്നു. അദ്ദേഹം നിത്യാനന്ദ ചരണങ്ങളെ സർവഭാവേന ആരാധിച്ചു. ഭാവാർത്ഥം: ശ്രീ അഭയ ചരണാരവിന്ദ ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് മഹാരാജ് കി ജയ്. ശ്രീല ഭക്തി സിദ്ധാന്ത സർസി ഠാക്കൂർ തന്റെ അന്യഭാഷത്തിൽ എഴുതുന്നു: ഉദ്ധാരണ ദത്ത ഠാക്കൂർ മുമ്പ് വൃന്ദാവനത്തിലെ സുബാഹു എന്ന ഗോപബാലനായിരുന്നെന്ന് ഗൗരഗണോദേശ ദീപികയിൽ 129 പറഞ്ഞിരിക്കുന്നു. ശ്രീ ഉദ്ധാരണ ദത്തൻ എന്ന് പൂർവനാമം ഉണ്ടായിരുന്ന അദ്ദേഹം ഹൂഗ്ലി ജില്ലയിലെ ത്രിസബിക റെയിൽവേ സ്റ്റേഷൻ സമീപം സരസ്വതി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന സപ്തഗ്രാമ നിവാസിയായിരുന്നു. വാസുദേവപുരം, ബാൻസബേഡിയ, കൃഷ്ണപുരം, നിത്യാനന്ദപുരം, ശിവപുരം, ശങ്കനഗരം, സപ്തഗ്രാമം തുടങ്ങിയ ധാരാളം സ്ഥലങ്ങളെ ഉൾക്കൊള്ളുന്ന ഒരു പട്ടണമായിരുന്നു അക്കാലത്ത് സപ്തഗ്രാമം. ബ്രിട്ടീഷ് കാലത്ത് കൽക്കത്ത നഗരത്തെ വികസിപ്പിച്ചത് അവിടെ സ്വാധീനമുണ്ടായിരുന്ന വാണിജ്യ സമൂഹമായിരുന്നു. സപ്തഗ്രാമത്തിൽ നിന്ന് കൽക്കത്തയിലുടനീളം തങ്ങളുടെ വാണിജ്യ സ്ഥാപനങ്ങളും ഗ്രഹങ്ങളുമെല്ലാം മാറ്റിപ്പാർപ്പിച്ച സുവർണവാണി സമുദായമായിരുന്നു വിശേഷിച്ചും ഈ നഗരത്തെ വികസിപ്പിച്ചത്. അവർ കൽക്കത്തയിലെ സപ്തഗ്രാമി വ്യാപാരി സമൂഹം എന്ന് അറിയപ്പെട്ടു. അവരിൽ ഭൂരിപക്ഷവും മല്ലിക് സീൽ കുടുംബക്കാരായിരുന്നു. കൽക്കട്ടയുടെ പകുതിയിലധികം ഈ സമൂഹത്തിൻ്റെതായി. ഉദ്ധാരണ ഠാക്കൂറും ആ സമൂഹത്തിൽപ്പെട്ടതായിരുന്നു. ഞങ്ങളുടെ പിതൃകുടുംബവും ആ പ്രവിശ്യയിൽ നിന്ന് വന്നവരും അതേ സമൂഹത്തിൽപ്പെട്ടവരുമായിരുന്നു. കൽക്കത്തയിലെ മല്ലിക്കുകൾ 2 കുടുംബങ്ങളായി വിഭജിക്കപ്പെട്ടു: സീൽ കുടുംബവും ഡേ കുടുംബവും. ഡേ കുടുംബത്തിലെ എല്ലാ മല്ലിക്കുകളും മൗലികമായി അതേ കുടുംബത്തിലും ഗോത്രത്തിലും പെട്ടവരാണ്. ഞങ്ങളും മുസ്ലിം ഭരണാധികാരികളുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നവരും മല്ലിക് എന്ന സ്ഥാനപ്പേര് ലഭിച്ചിരുന്നവരുമായ ഡേ കുടുംബത്തിന്റെ ഭാഗമായിരുന്നു. ഉദ്ധാരണ ദത്തൻ അത്യുത്കൃഷ്ടനും ഉദാരമതിയുമായ വൈഷ്ണവരായിരുന്നെന്ന് ചൈതന്യ ഭാഗവതം അന്ത്യഖണ്ഡം 5ാം അധ്യായത്തിൽ പറയുന്നു. നിത്യാനന്ദ പ്രഭുവിനെ ആരാധിക്കുവാനുള്ള അവകാശത്തോടു കൂടിയായിരുന്നു അദ്ദേഹത്തിന്റെ ജനനം. നിത്യാനന്ദ പ്രഭു കുറെ നാൾ ഗഡദഹയിൽ താമസിച്ചതിനു ശേഷം സപ്തഗ്രാമത്തിലേക്ക് വരികയും ഉദ്ധാരണ ദത്തന്റെ ഗ്രഹത്തിൽ താമസിക്കുകയും ചെയ്തെന്നും പ്രസ്താവിച്ചിട്ടുണ്ട്. ഉദ്ധാരണ ദത്തൻ ഭാഗമായ സുവർണവാണി സമൂഹം വാസ്തവത്തിൽ വൈഷ്ണവ സമുദായക്കാരായിരുന്നു. അതിന്റെ അംഗങ്ങൾ പണവ്യാപാരക്കാരും സ്വർണ വ്യാപാരികളുമായിരുന്നു. സുവർണ എന്നാൽ സ്വർണം എന്നും വാണിക് എന്നാൽ വ്യാപാരി എന്നുമാണ് അർത്ഥം.
വലിയൊരു ബാങ്ക് നടത്തിപ്പുകാരനായിരുന്ന ഗൗരി സേനൻ മൂലം മുമ്പ് ബല്ലാൽ സേനനും സുവർണവാണി സമൂഹവും തമ്മിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. ബല്ലാൽ സേനൻ ഗൗരി സേനനിൽ നിന്ന് പണം കടം വാങ്ങുകയും ദൂർത്തടിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ഇതുമൂലം ഗൗരി സേനൻ ബല്ലാൽ സേനന് പണം കടം കൊടുക്കുന്നത് നിർത്തി. ഇതിനുള്ള പ്രതികാരമായി ബല്ലാൽ സേനൻ ഒരു സാമൂഹിക ഗൂഢാലോചനയുടെ സുവർണവാണി സമൂഹത്തെ മുഴുവൻ ജാതിഭ്രഷ്ടരാക്കി. അന്നു മുതൽ അവർ ഉയർന്ന ജാതികളായ ബ്രാഹ്മണരിൽ നിന്നും ക്ഷത്രിയരിൽ നിന്നും വൈശ്യരിൽ നിന്നും ബഹിഷ്കൃതരായി. പക്ഷേ നിത്യാനന്ദ പ്രഭുവിന്റെ കാരുണ്യത്താൽ സുവർണവാണി സമൂഹം വീണ്ടും ഉയർത്തപ്പെട്ടു. ചൈതന്യ ഭാഗവതത്തിൽ പറയുന്നു, യഥേക വാണി കുല ഉദ്ധാരണ ഹൈദേ പവിത്ര ഹൈലെ ദൃഢനാഹിക ഇഹാദെ. സുവർണവാണി സമൂഹത്തിലെ എല്ലാവരും ശ്രീ നിത്യാനന്ദ പ്രഭുവിനാൽ വീണ്ടും പവിത്രീകരിക്കപ്പെട്ടു എന്നതിൽ ഒരു സംശയവുമില്ല. ഉദ്ധാരണ ദത്ത താക്കൂർ ആരാധിച്ചിരുന്ന ചൈതന്യ ഭഗവാന്റെ ഷഡ്ഭുജ വിഗ്രഹത്തോടു കൂടിയ ഒരു ക്ഷേത്രം സപ്തഗ്രാമത്തിൽ ഇപ്പോഴുമുണ്ട്. ഈ വിഗ്രഹത്തിന്റെ വലതുഭാഗത്ത് നിത്യാനന്ദ പ്രഭുവിന്റെയും ഇടതുഭാഗത്ത് ഗദാധര പ്രഭുവിന്റെയും വിഗ്രഹങ്ങളാണ്. രാധാ ഗോവിന്ദമൂർത്തിയും ഒരു സാളഗ്രാമ ശിലയും സിംഹാസനത്തിന്റെ ചൂട്ടിലായി ഉദ്ധാരണദത്ത ഠാക്കൂറിന്റെ ഒരു ചിത്രവുമുണ്ട്. ക്ഷേത്രത്തിന് മുന്നിൽ വലിയൊരു മണ്ഡപമാണ്. മണ്ഡപത്തിന് മുന്നിൽ ഒരു മാലതീലത ചെടി വളരുന്നു. നല്ല തണലും തണുപ്പുമുള്ള ഹൃദ്യമായ അന്തരീക്ഷത്തിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. 1967 ഞാൻ അമേരിക്കയിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ ഈ ക്ഷേത്രത്തിന്റെ നിർവാഹക സമിതി അംഗങ്ങൾ ഞങ്ങളെ ക്ഷേത്ര സന്ദർശനത്തിന് ക്ഷണിക്കുകയും അപ്രകാരം ഏതാനും അമേരിക്കൻ വിദ്യാർത്ഥികൾക്കൊപ്പം ഈ ക്ഷേത്രം സന്ദർശിക്കാൻ ഞങ്ങൾക്ക് അവസരം ലഭിക്കുകയും ചെയ്തു. മുമ്പ് നമ്മുടെ ബാല്യകാലത്ത് നാം രക്ഷിതാക്കൾക്കൊപ്പം ഈ ക്ഷേത്രം സന്ദർശിച്ചിരുന്നു. എന്തുകൊണ്ടെന്നാൽ ഉദ്ധാരണദത്ത ഠാക്കൂറിന്റെ ഈ ക്ഷേത്രം സന്ദർശിക്കാൻ സുവർണവാണി സമൂഹത്തിലെ എല്ലാവരും ഉത്സാഹപൂർവ്വം താല്പര്യം കാട്ടാറുണ്ട്. ശ്രീല ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ അദ്ദേഹത്തിന്റെ അനുഭാഷത്തിൽ കൂട്ടിച്ചേർത്തിരിക്കുന്നു. ബംഗാളി വർഷം 1283 AD 1876 ഉദ്ധാരണ ഠാക്കൂർ ആരാധിച്ചിരുന്ന ക്ഷേത്രത്തിന് നിതായിദാസൻ എന്ന ഒരു ബാബാജി 12 ബിഘ ഏകദേശം 4 ഏക്കർ ഭൂമി ദാനം നൽകാൻ ഏർപ്പാട് നടത്തുകയുണ്ടായി. ക്ഷേത്രത്തിന്റെ ഭരണം പിന്നീട് ക്ഷയിക്കുകയും പക്ഷേ 1306 AD 1899 ഒരു സബ് ജഡ്ജി ആയിരുന്ന ഹുഗ്ലിയിലെ പ്രശസ്തനായ ബലരാമ മല്ലിക്കിന്റെയും ധനികരായ അനേകം സുവർണിക് സമൂഹങ്ങളുടെയും സഹകരണത്തിൽ ക്ഷേത്രഭരണം വീണ്ടും പുരോഗമിച്ചു. 50 വർഷം മുമ്പ് ഉദ്ധാരണ ദത്ത ഠാക്കൂറിന്റെ കുടുംബാംഗമായ ജഗമോഹന ദത്തൻ എന്നയാൾ ഉദ്ധാരണ ദത്ത ഠാക്കൂറിന്റെ ഒരു ദാരുമൂർത്തിയെ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചിരുന്നെങ്കിലും ഇപ്പോൾ ആ മൂർത്തി അവിടെയില്ല. ഉദ്ധാരണ ദത്ത ഠാക്കൂറിന്റെ ഒരു ചിത്രം വെച്ചാണ് ആരാധിക്കുന്നത്. എങ്കിലും ആ വിഗ്രഹം മദനമോഹന ദത്തൻ എടുത്തുകൊണ്ടുപോയെന്നും അതിപ്പോൾ ഒരു സാളഗ്രാമ ശിലയോടൊപ്പം ശ്രീനാഥ ദത്തനാൽ പൂജിക്കപ്പെടുന്നുണ്ടെന്നും അറിയുന്നു. ഉദ്ധാരണ ദത്ത ഠാക്കൂർ ഉത്തര കട്വയിൽ നിന്ന് 1.5 മൈൽ വടക്കുള്ള നൈഹാട്ടിയിലെ വലിയൊരു ജമീന്ദാരുടെ എസ്റ്റേറ്റ് നിർവാഹകനായിരുന്നു. ഈ രാജീയ കുലത്തിന്റെ അവശിഷ്ടങ്ങൾ ദായിൻഹാട സ്റ്റേഷൻ സമീപം ഇപ്പോഴും ദൃശ്യമാണ്. ഉദ്ധാരണ ദത്ത ഠാക്കൂർ ആ ഭൂസ്വത്തിന് നിർവാഹകനായിരുന്നതിനാൽ അത് ഉദ്ധാരണപുരമെന്നും അറിയപ്പെട്ടിരുന്നു. ഉദ്ധാരണ ദത്ത ഠാക്കൂർ പ്രതിഷ്ഠിച്ച നിതായ് ഗൗര വിഗ്രഹങ്ങൾ പിന്നീട് ജമീന്ദാരുടെ വന ഓയാരിബാധ എന്നറിയപ്പെടുന്ന ഭവനത്തിലേക്ക് കൊണ്ടുപോയി. ഉദ്ധാരണ ദത്ത ഠാക്കൂർ അദ്ദേഹത്തിന്റെ ജീവിതകാലം മുഴുവൻ ഒരു ഗൃഹസ്ഥാശ്രമിയായി കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ പിതാവിന്റെ നാമം ശ്രീകര ദത്തൻ എന്നും മാതാവിന്റെ നാമം ഭദ്രാവതി എന്നും പുത്രന്റെ നാമം ശ്രീവാസ ദത്തൻ എന്നും ആയിരുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്ലോകം നമ്പർ 42. ആചാര്യ വൈഷ്ണവാനന്ദ ഭക്തി അധികാരി പൂർവേ നാമ ചൈലായാണ്ഡ രഘുനാഥ പുരി. ആചാര്യ വൈഷ്ണവാനന്ദ ഭക്തി അധികാരി പൂർവേ നാമ ചൈലായാണ്ഡ രഘുനാഥ പുരി.
ആചാര്യ വൈഷ്ണവാനന്ദ ഭക്തി അധികാരി പൂർവേ നാമാച്ചിരായാൻ രാം രഘുനാഥപുരി. വത്സലമാജി. ഹരേ കൃഷ്ണ പ്രഭുജി. ആചാര്യ വൈഷ്ണവാനന്ദ ഭക്തി അധികാരി പൂർവേ നാമാചിലയാൻഡ്ര രഘുനാഥപുരി. പ്രധാന പദാർത്ഥം ആചാര്യ ആചാര്യൻ, വൈഷ്ണവാനന്ദ വൈഷ്ണവാനന്ദൻ, ഭക്തി ഭക്തിയുടെ സേവനം, അധികാരി യോഗ്യനായ സ്ഥാനാർത്ഥി, പൂർവേ മുമ്പ്, നാമ പേര്, ചില ആയിരുന്നു, യാൻഡ്ര ആരുടെ, രഘുനാഥപുരി രഘുനാഥപുരി. വിവർത്തനം: നിത്യാനന്ദ പ്രഭുവിന്റെ 27ാമത്തെ പ്രമുഖനായ ഭക്തൻ ഭക്തിമാർഗത്തിലെ അധികാരിയായ വൈഷ്ണവാനന്ദ ആചാര്യനായിരുന്നു. അദ്ദേഹം ആദ്യം രഘുനാഥപുരി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഭാവാർത്ഥം: ശ്രീ ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് മഹാരാജ് കി ജയ് ഹോ. രഘുനാഥപുരി മുമ്പ് അഷ്ടാംഗ യോഗ സിദ്ധികളിൽ വളരെ ശക്തനായിരുന്നുവെന്ന് ഗൗര ഗണോദേശ ദീപികയിൽ 97 പറയുന്നു. അദ്ദേഹം ഈ സിദ്ധികളിൽ ഒന്നിന്റെ അവതാരമായിരുന്നു. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. 43. വിഷ്ണുദാസാനന്ദന ഗംഗാദാസ തീനബായി പൂർവയാൻഡ്ര ഘരേ ചില ഠാകുരാനിതായി. വിഷ്ണുദാസാനന്ദന ഗംഗാദാസ തീനബായി പൂർവയാൻഡ്ര ഘരേ ചില ഠാകുരാനിതായി. വിഷ്ണുദാസാനന്ദന ഗംഗാദാസ തീനബായി പൂർവയാൻഡ്ര ഘരേ ചില ഠാകുരാനിതായി. ചിതമാജി. ഹരേ കൃഷ്ണ. വിഷ്ണുദാസൻ, നന്ദന നന്ദനൻ, ഗംഗാദാസൻ, തിനബായ് 3 സഹോദരന്മാർ. പൂർവേ മുമ്പ്, യാൻഡ്ര ആരുടെ, ഹരേ ഗൃഹത്തിൽ, ചില താമസിച്ചു, ഠാക്കുര നിതായ് നിത്യാനന്ദ പ്രഭു. വിവർത്തനം: നിത്യാനന്ദ പ്രഭുവിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഭക്തൻ വിഷ്ണുദാസ ആയിരുന്നു. അദ്ദേഹത്തിന് നന്ദനൻ, ഗംഗാദാസൻ എന്നിങ്ങനെ 2 സഹോദരന്മാരുണ്ടായിരുന്നു. നിത്യാനന്ദ പ്രഭു ചിലപ്പോൾ അവരുടെ ഭവനങ്ങളിൽ താമസിച്ചിരുന്നു. ഭാവാർത്ഥം: ശീല ഭക്തിവേദാന്ത സ്വാമി ശീല പ്രഭുപാദ് മഹാരാജ് കി ജയ്. വിഷ്ണുദാസൻ, നന്ദനൻ, ഗംഗാദാസൻ എന്നീ 3 സഹോദരന്മാരും നവദ്വീപ് നിവാസികളും ഭട്ടാചാര്യ ബ്രാഹ്മണ കുടുംബക്കാരുമായിരുന്നു. വിഷ്ണുദാസനും ഗംഗാദാസനും കുറെ നാൾ ചൈതന്യ ഭഗവാനോടൊപ്പം ജഗന്നാഥപുരിയിൽ താമസിച്ചിരുന്നു. നിത്യാനന്ദ പ്രഭു മുമ്പ് അവരുടെ ഗ്രഹങ്ങളിൽ താമസിച്ചിരുന്നു എന്ന് ചൈതന്യ ഭാഗവതത്തിൽ പറയുകയും ചെയ്യുന്നു. ഹരേ കൃഷ്ണ. 44. നിത്യാനന്ദ ഭൃത്യ പരമാനന്ദ ഉപാധ്യായ ശ്രീ ജീവ പണ്ഡിത നിത്യാനന്ദ ഗുണകായ. നിത്യാനന്ദ ഭൃത്യ പരമാനന്ദ ഉപാധ്യായ ശ്രീ ജീവ പണ്ഡിത നിത്യാനന്ദ ഗുണകായ. നിത്യാനന്ദ ഭൃത്യ പരമാനന്ദ ഉപാധ്യായ ശ്രീ ജീവ പണ്ഡിത നിത്യാനന്ദ ഗുണകായ. ഹരേ കൃഷ്ണ. നിത്യാനന്ദ ഭൃത്യ പരമാനന്ദ ഉപാധ്യായ ശ്രീ ജീവ പണ്ഡിത നിത്യാനന്ദ ഗുണഗായ. പ്രധാന പദാർത്ഥം: നിത്യാനന്ദ ഭൃത്യ, നിത്യാനന്ദ പ്രഭുവിന്റെ ഭൃത്യൻ, പരമാനന്ദ ഉപാധ്യായൻ, ശ്രീ ജീവ പണ്ഡിതൻ, നിത്യാനന്ദ പ്രഭു, ഗുണങ്ങൾ, ഗായ പുകഴ്ത്തി. വിവർത്തനം: ശ്രീല പ്രഭുപാദ് മഹാരാജ് കി ജയ്. പരമാനന്ദ ഉപാധ്യായ നിത്യാനന്ദ പ്രഭുവിന്റെ ആയിരുന്നു. ഈ ജീവ പണ്ഡിതൻ നിത്യാനന്ദ പ്രഭുവിന്റെ ഗുണങ്ങളെ പ്രകീർത്തിച്ചു. ഭാവാർത്ഥം: ശ്രീല ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദ് മഹാരാജ് കി ജയ്. പരമാനന്ദ ഉപാധ്യായൻ ഒരു ഉന്നത ഭക്തനായിരുന്നു. അദ്ദേഹത്തിന്റെ നാമം ചൈതന്യ ഭാഗവതത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. ശ്രീ ജീവ പണ്ഡിതൻ രത്നഗർഭ ആചാര്യന്റെ 2ാമത്തെ പുത്രനും നിത്യാനന്ദ പ്രഭുവിന്റെ പിതാവ് ഹാഡായ് ഒദ്ദായുടെ ബാല്യകാല സുഹൃത്തുമായിരുന്നെന്നും അവിടെ പറഞ്ഞിട്ടുണ്ട്. ശ്രീ ജീവ പണ്ഡിതൻ മുമ്പ് ഇന്ദിര എന്ന ഗോപികയായിരുന്നുവെന്ന് ഗൗരഗണേശ ദീപികയിൽ 169 പറഞ്ഞിരിക്കുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. 45. പരമാനന്ദഗുപ്ത കൃഷ്ണഭക്ത മഹാമതി പൂർവയാണ്ടകരെ നിത്യാനന്ദേര വസതി. പരമാനന്ദഗുപ്ത കൃഷ്ണഭക്ത മഹാമതി പൂർവയാണ്ടകരെ നിത്യാനന്ദേര വസതി. പരമാനന്ദഗുപ്ത കൃഷ്ണഭക്ത മഹാമതി പൂർവയാണ്ടകരെ നിത്യാനന്ദേര വസതി. വത്സലമാജി. ഹരേ കൃഷ്ണ പ്രഭുജി. പരമാനന്ദ ഗുപ്ത കൃഷ്ണഭക്ത മഹാമതി പൂർവേ യാൻഡ്ര ഗരേ നിത്യാനന്ദേര വസതി. പ്രധാന പദാർത്ഥം: പരമാനന്ദഗുപ്തൻ, കൃഷ്ണഭക്തൻ, മഹാമതി പൂർവേ മുമ്പ്, യാൻഡ്ര അദ്ദേഹത്തിന്റെ, ഗരേ വസതിയിൽ, നിത്യാനന്ദേര ഭഗവാൻ നിത്യാനന്ദ പ്രഭുവിന്റെ
പ്രഭുവിന്റെ വസതി വീട്. വിവർത്തനം. നിത്യാനന്ദ പ്രഭുവിന്റെ 31ാമത്തെ ഭക്തൻ മഹാമതിയായ പരമാനന്ദ ഗുപ്തനായിരുന്നു. മുമ്പ് നിത്യാനന്ദ പ്രഭുവും കുറെ കാലം അദ്ദേഹത്തിന്റെ ഗൃഹത്തിൽ വസിച്ചിരുന്നു. ഭാവാർത്ഥം CSC ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് മഹാരാജ് കി ജയ് ഹോ. പരമാനന്ദ ഗുപ്തൻ കൃഷ്ണ സദാവലി എന്ന പേരിൽ ഒരു ശ്രീകൃഷ്ണ സ്തുതി രചിച്ചിട്ടുണ്ട്. അദ്ദേഹം മുമ്പ് മഞ്ജുമേധ എന്ന ഗോപികയായിരുന്നു എന്ന് ഗൗര ഗണോദേശ ദീപികയിൽ 194-199 പറഞ്ഞിരിക്കുന്നു. ഹരേ കൃഷ്ണ ഗുരുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. 46 നാരായണ കൃഷ്ണദാസ ആരാ മനോഹര ദേവാനന്ദ ചാരിബായ് നിതായ് കിങ്കര. നാരായണ കൃഷ്ണദാസ ആരാ മനോഹര ദേവാനന്ദചാരി ഭായി നിത്യാനന്ദ കിങ്കര നിതായ് കിങ്കര. നാരായണ കൃഷ്ണദാസ ആരാ മനോഹര ദേവാനന്ദചാരി ഭായി നിതായ് കിങ്കര. ഇതമാജി. നാരായണൻ കൃഷ്ണദാസൻ മനോഹരൻ ദേവാനന്ദൻ ചാരിബായ് 4 സഹോദരന്മാർ നിതായ കിങ്കര നിത്യാനന്ദ പ്രഭുവിന്റെ ദാസന്മാർ. കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ട്രാൻസ്ലേഷൻ ഒന്നുമില്ല. മിസ്മാച്ച് മാതാജി വിവർത്തനം വായിച്ചില്ല. വിവർത്തനം വായിച്ചു, പക്ഷേ ആ നെറ്റിൽ ഭയങ്കര ലാഗ് ഉണ്ടായിരുന്നു. പറ്റിപ്പോയി. The 32nd, 33rd and 34th and 35th prominent devotees were Narayana, Krishnadasa, Manohara and Devananda, who always engaged in the service of Lord Nityananda. Om Jnanatimirandasya Jnananjana Shalakaya Chakshurunmelitam Yena Tasmai Shri Gurave Namah. Shri Chaitanya Manobishtam Sthapitam Yena Bhutale Swayam Rupagada Mahyam Dadadi Swapadandiyam. Vandeham Shri Guru Shri Yudavadagamanam Shri Gurum Vaishnavamsa Shri Rupam Saganajadam Saganaragunadhanvidam Tam Sajivam Sadvaidam Savadudam Parijana Saitam Krishna Chaitanya Devam Shri Radha Krishna Padan Saganalidam Shri Vishaganvidam Sam. Namo Om Vishnupadaya Krishna Preshthaya Bhutale Srimate Bhaktivedanta Swamini Dinamine. Namaste Saraswate Deve Gauravani Pacharine Nirvishesha Shunyavadi Pashyatya Deshadarine. Namo Vishnupadaya Krishna Preshthaya Bhutale Srimate Bhaktisiddhanta Saraswati Namine Shri Vaishnavi Devi Daityaya Kripabhe Krishna Sambandha Vijnanadayine Prabhave Namah. Madhuryojala Premadhya Rupanuga Bhaktidam Gaurakarna Shakti Vigrahaya Namastude. Namaste Gauravani Shri Murtaye Dinadarine Rupanuga Viridhava Siddhanta Advantaharine. Namo Gaura Kishovaraya Sachal Vairagya Murtaye Vipralambara Sambodhi Padambuje Te Namaha. Namo Bhakti Vinodaya Sachidananda Namine Gaura Shakti Surubhaya Rupanuga Varayate. Gaura Vibhavu Mestam Nirdeshta Sajjana Priya Vaishnava Sarvabhaumo Shri Jagannadaya Te Namaha. Shri Rupa Sanatana Bhatta Raghunatha Shri Jiva Gopala Bhatta Dasa Raghunatha. Echai Goshai Koricharan Bandhan Jahamoti Vignanash Avishta Puran. Vancha Kalpatruvesya Kripa Sindhu Vyevacha Patidanam Pavanebhyo Vaishnavebhyo Namo Namaha. Namo Om Vishnupada Namo Mahadanyaya Krishna Premapadayate Krishnaya Krishna Chaitanya Namne Gauratushe Namah. Panchatattvatmakam Krishnam Bhaktarupa Surubhagam Bhaktavadaram Bhaktatyam Namami Bhakta Shaktiyam. He Krishna Karuna Sindho Dinabandho Jagatpade Gopesha Gopika Kanda Radha Kanda Namastude. Jayadam Sirdo Pangor Mama Mandamade Gadir Mat Sarvasubadambojo Radha Magana Mohano. Divya Vrindaranya Kalpademadam Srimad Nagar Simhasanasto Srimad Radha Shila Govinda Devo Preshtali Visevya Mano Smadami
ശ്രീമൻ രാസരസാരംഭി വംശീവട തടസ്ഥിതഃ കർഷൻ വേണുസ്വനേർ ഗോപി ഗോപിനാഥ ശ്രീ ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരീം ഋഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭുത്യാനന്ദ ശിദ്വൈതധാധര ശിവാസാദി ഗൗരവപ്രവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ രാമ ഹരേ ഹരേ. हरे कृष्ण. महाभागवत श्रेष्ठ दत्त उदाहरण सर्वभावे सेवे नित्यानंदे चरण. Udharana Datta Thakura, the 11th among the 12 cowherd boys, was an exalted devotee of Lord Nityananda Prabhu. He worshipped the lotus feet of Nityananda, Lord Nityananda in all respects. Nityananda Prabhuവിന്റെ ശിഷ്യഗണങ്ങളും അവരുടെ വിവരണം തുറന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ശ്ലോകത്തിൽ കാനു താക്കൂറിനെ പറ്റി നമ്മൾ മനസ്സിലാക്കി. പുരുഷോത്തമദാസ് താക്കൂറിൻ്റെ മകനായിട്ടുള്ള കാനു താക്കൂർ, അദ്ദേഹം വലിയൊരു ഡിവോട്ടിയായിരുന്നു ഭഗവാൻ കൃഷ്ണൻ. കൃഷ്ണൻ എപ്പോഴും അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ വസിച്ചിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹം 12 വയസ്സുള്ളപ്പോൾ അല്ലെങ്കിൽ 12 ദിവസമുള്ളപ്പോൾ തന്നെ നിത്യാനന്ദ പ്രഭു അദ്ദേഹത്തിൻ്റെ വീടായ കടഹാർ ദഹയിലേക്ക് എത്തിച്ചു. അപ്പം അങ്ങനെ നിത്യാനന്ദ പ്രഭു എൻ്റെ മേഴ്സി തുടക്കം മുതൽ തന്നെ അതിനെ കിട്ടി എന്ന് പറയാം. അതിൻ്റെ പേര് ശിശു കൃഷ്ണദാസ പേരിട്ടു. 5 വയസ്സുള്ളപ്പോൾ വൃന്ദാവനത്തിൽ പോയി ജാനകി മാതയുടെ കൂടെ ഗോസ്വാമികളുടെ ദർശനം കിട്ടി. ഗോസ്വാമി അങ്ങനെ വളരെ സന്തോഷം നോക്കാൻ താക്കലുണ്ടാവും. അദ്ദേഹത്തിൻ്റെ ആ ശരീരത്തിൻ്റെ ഭാവപ്രകടനങ്ങൾ അതിങ്ങനെ കണ്ടപ്പോൾ പേര് മാറ്റി കാനു താക്കൂർ എന്ന പേര് കൊടുത്തു. കനായ് താക്കൂർ എന്ന പേര് കൊടുത്തു. അപ്പോൾ ഇതാണ് കാനു താക്കൂറിൻ്റെ ചരിത്രം. എങ്കിൽ ഇവരുടെ എല്ലാം പാസ്റ്റ് ടൈംസ് കുറേ വീണ്ടും വരും. ഇത് ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോകുന്നു ആരൊക്കെയാണെന്നുകൊണ്ട് നമുക്കൊരു വിവരണം തരിക, ഏകദേശ വിവരണം തരികയാണ്. പിന്നീട് ഓരോ അധ്യായത്തിലെത്തുമ്പോൾ, പല അധ്യായങ്ങളും മധ്യയിലും എത്തുമ്പോൾ ഇവരുടെ ഓരോ സ്പെസിഫിക് ആയിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള പാസ്റ്റ് ടൈംസ് മുഴുവൻ ഇവിടെ വർണ്ണിക്കും. അടുത്ത ശ്ലോകത്തിൽ ഇപ്പം നമ്മൾ ഉദാഹരണ ദത്ത താക്കൂർ 12 ഗോപാൽമാരിൽ 11ാമത്തെ ഗോപാലാണ് ഉദാഹരണ ദത്ത താക്കൂർ. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പേര് സുബാഹു. ആദ്യത്തെ പേര് വെച്ച് കഴിഞ്ഞാൽ കൃഷ്ണലീലയിൽ അദ്ദേഹത്തിൻ്റെ പേര് സുബാഹു എന്നാണ്. സപ്തഗ്രാമത്തിൻ്റെ വാസിയാണ്, സപ്തഗ്രാമവാസിയാണ് ഉദാഹരണ ദത്ത. സപ്തഗ്രാമ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഗ്രാമമാണ് അക്കാലത്ത്. മറ്റേ ഇവരെല്ലാം രഘുനാഥദാസ് താക്കൂർ ആദ്യമായിട്ട് ചൈതന്യ മഹാപ്രഭുവിനെ കണ്ട് സപ്തഗ്രാമത്തിൽ വെച്ചാണ് പറയുന്നുണ്ട്. ആ സമയത്തോടെ ഹരിദാസ് താക്കൂർ ഉണ്ടായിരുന്നു. ഹരിദാസ് താക്കൂർ സപ്തഗ്രാമിലേക്ക് സ്ഥലം മാറ്റി, വസതി മാറ്റിപ്പോൾ അവിടെ വെച്ചിട്ടാണ് രഘുനാഥദാസ് താക്കൂറിനെ കാണും. രഘുനാഥദാസ് താക്കൂറിൽ ചൈതന്യ മഹാപ്രഭുവായിട്ടുള്ള വിവരണങ്ങൾ കൊടുക്കുന്നു. ആ സമയത്ത് ഹരിദാസ് താക്കൂർ ഈ സപ്തഗ്രാമത്തിൽ വെച്ചാണ്. സപ്തഗ്രാമം വെച്ചാൽ 7 ഗ്രാമങ്ങൾ. ഈ 7 ഗ്രാമങ്ങൾ പറയുന്ന പേര് വേണ്ട: വാസുദേവപുര, ബൻസിവേദിയ, കൃഷ്ണപുര, നിത്യാനന്ദപുര, ശിവപുര, ശങ്കൻകര, പിന്നെ സപ്തഗ്രാമം. വളരെ തിരക്ക് പൊട്ടിച്ച ഭയങ്കര വലിയൊരു പട്ടണമാണ് ഈ അന്നേ കാലത്തെ സപ്തഗ്രാമം എന്ന് പറയുന്നത്. അവിടുത്തെ ആൾക്കാരെല്ലാം വളരെ ബിസിനസ്സുകാരാണ്, ഭയങ്കര എക്സ്പേർട്ട് ബിസിനസ്സുകാരാണ്. അപ്പോൾ സപ്തഗ്രാമിനെ കുറച്ച് ദൂരെയായിട്ടാണ് കൽക്കട്ട സ്ഥലത്തുണ്ടായിരുന്നത്. ബ്രിട്ടീഷുകാർ കൽക്കട്ടയെ സപ്തഗ്രാമത്തിനേക്കാൾ വലുതാക്കാൻ ശ്രമിച്ചു. കാരണം കൽക്കട്ടയിൽ അഡ്വാൻറ്റേജ് തന്നെ അവിടെ തുറമുഖമുണ്ട്, തുറമുഖങ്ങളുണ്ട്, ട്രേഡ് ഫെസിലിറ്റീസ് വളരെ എളുപ്പമാണ്. പല രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ചരക്കുകൾ അവിടേക്ക് വരാം, ഇവിടെ നിന്ന് ചരക്കുകൾ അങ്ങോട്ട് കയറ്റി അയക്കാം. അതുകൊണ്ട് തുറമുഖമുള്ള സ്ഥലങ്ങളെല്ലാം ട്രേഡിങ്ങിന് വളരെയധികം പ്രധാനപ്പെട്ട. നമ്മുടെ കൊച്ചിയൊക്കെ നോക്കിക്കറിയാം. പണ്ട് ആലപ്പുഴയായിരുന്നു വലിയൊരു കച്ചവട കേന്ദ്രം, ട്രേഡിംഗ് സെൻറ്റർ ആലപ്പുഴയായിരുന്നു.
പക്ഷേ കൊച്ചിയിലെ പ്രാമുഖ്യം വന്നപ്പോൾ തുറമുഖമുള്ളതുകൊണ്ട് കച്ചവടമെല്ലാം പതുക്കെ കൊച്ചിയിലേക്ക് മാറി. ആലപ്പുഴ പതുക്കെ പിന്നോട്ടായി. ഇതിനെ ഇക്കണോമിക്സിലെ ബാക്ക്ലാഷ് ഇഫക്റ്റ് പറയും. സ്പ്രെഡ് ഇഫക്റ്റ് ആൻഡ് ബാക്ക്ലാഷ് ഇഫക്റ്റ്. സ്പ്രെഡ് ഇഫക്റ്റ് ഒന്ന് വലുതായിട്ട് വരുമ്പോൾ അതിൻ്റെ അടുത്തുള്ള അതിൻ്റെ ഒരു മറുവശം ആലപ്പുഴ കുറേ കൊല്ലങ്ങളായിട്ട് നൂറ്റാണ്ടുകളായിട്ട് മുന്നിട്ടുന്ന സ്ഥലമായിരുന്നു. പക്ഷെ അത് പിന്നീട് കൊച്ചി വികസനം പ്രാപിച്ചപ്പോൾ ആലപ്പുഴയുടെ പ്രാധാന്യം മുഴുവൻ നഷ്ടപ്പെട്ടു. അതുപോലെ കൽക്കട്ട അവരെ തുറമുഖങ്ങളുണ്ട്. ബ്രിട്ടീഷുകാർ കൽക്കട്ടയെ വികസിപ്പിക്കാൻ കൂടുതൽ ശ്രമിച്ചു. അപ്പം അതിനു വേണ്ടിയിട്ട് അവിടെ ബിസിനസ് ചെയ്യാനായിട്ട് സപ്തഗ്രാമത്തെ ബിസിനസ്സുകാരെ വിളിച്ചു കൊണ്ടിരുന്നു. ഇന്ന് കാണാൻ പറ്റും പണ്ട് രാജാക്കന്മാർ അവരുടെ രാജ്യം വലുതാക്കാൻ ശ്രമിക്കുമ്പോൾ എപ്പോഴും ട്രേഡാണ്. പണ്ടും അങ്ങനെ തന്നെ കച്ചവടം തന്നെ പ്രധാനം. അപ്പോൾ വലിയ വലിയ കച്ചവടക്കാരെ ക്ഷണിക്കും. അങ്ങനെ കൊടുങ്ങല്ലൂർ രാജാവ് മുസ്ലിംസിനെ അറബികൾ അവിടെ വന്നപ്പോൾ അറബികളെ സ്വീകരിക്കാനുള്ള കാരണം വെച്ച് കഴിഞ്ഞാൽ അറബി വഴി ധാരാളം കച്ചവട സാധ്യതയുണ്ട്. അപ്പോൾ ഇതെല്ലാം പോളിറ്റിക്സ്, നീതിശാസ്ത്രത്തിൻ്റെ ഭാഗമാണ്. ഒരു രാജാവ് എന്നിരിക്കുമ്പോൾ രാജാവ് അതെല്ലാം നോക്കാം. കാരണം രാജ്യം മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് പണം ആവശ്യമാണ്. പണത്തിന് വേണ്ടുമ്പോൾ കച്ചവടമാണ്. ആ കച്ചവടം നടത്താനായിട്ട് ആൾക്കാരുണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. അവിടെ അഭിവൃദ്ധി വരും. ഇപ്പം നമുക്ക് തന്നെ ഇപ്പം തന്നെ അറിയാം. ഇപ്പം ഇക്കണോമിക്സ് എങ്ങനെ നടത്താൻ വെച്ചാൽ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അവരാരും വരില്ല. ഇൻവെസ്റ്റ്മെൻറ്റ് ധാരാളം മൾട്ടി കമ്പനീസ് വന്നിട്ട് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യും. ഇപ്പോൾ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ വികസനം ഉണ്ടാവും. ഇവിടെ വികസനമാകുമ്പോൾ ആൾക്കാർക്ക് ജോലി കിട്ടും. ആൾക്കാർ ജോലി കിട്ടുമ്പോൾ വരുമാനം പെർ ക്യാപിറ്റൽ ഇൻകം കൂടും. പെർ ക്യാപിറ്റൽ ഇൻകം കൂടിക്കഴിഞ്ഞാൽ സാധനങ്ങൾ വിറ്റഴിക്കപ്പെടും. സാധനങ്ങൾ വിറ്റഴിക്കുമ്പോൾ വീണ്ടും ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് വരും. ഇത് സൈക്കിളാണ്. അത് ബ്രേക്ക് ആകുമ്പോഴാണ് അതെല്ലാം കൂടി താഴോട്ട് വരിക. ഇത് ഇക്കണോമിക്സിലുള്ള കാര്യങ്ങളതെല്ലാം. അപ്പോൾ രാജാവ് പറയുമ്പോൾ ഇക്കണോമിക്സും പോളിറ്റിക്സും നന്നായിട്ട് അറിയേണ്ട ആളാണ്. അതുകൊണ്ട് കൊടുങ്ങല്ലൂർ രാജാവ് അറബികളെ വിളിച്ചു വരുത്തി അവർക്ക് വേണ്ട സഹായങ്ങളും ചെയ്തു കൊടുത്തു. എന്നിട്ട് കൊടുങ്ങല്ലൂർ വളർത്തി. ഇതേപോലെ പല ദിക്കിലും പല ഇതിലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പല രാജ്യങ്ങൾ, പല വലിയ വലിയ നഗരങ്ങൾ, ഇപ്പോഴത്തെ വലിയ നഗരങ്ങൾ എന്ന് പറഞ്ഞാൽ പണ്ടത്ര വലിയ നഗരങ്ങളായിരുന്നില്ല. അതിനേക്കാളും പ്രസിദ്ധമായിട്ട് നഗരങ്ങൾ മുമ്പുണ്ടായിരുന്നു. ഇപ്പോൾ സപ്തഗ്രാമം കൽക്കട്ടയേക്കാൾ എത്രയോ വലുതായിരുന്നു പണ്ട്. പക്ഷേ സപ്തഗ്രാമത്തെ ആൾക്കാരെ കൽക്കട്ടയ്ക്ക് വന്നതോടുകൂടി കൽക്കട്ട വികസനം പ്രാപിച്ചു. സപ്തഗ്രാമം ചെറുതായി മാറി. അപ്പോൾ സപ്തഗ്രാമത്തിലെ പ്രധാനപ്പെട്ട 2 ഫാമിലീസാണുള്ളത്. മല്ലിക്സ് എന്ന് പറയും. മല്ലിക് തന്നെ 2 തരം ഫാമിലിയുടെ അതിനുള്ള സിൽ ആൻഡ് ദേ എന്നുണ്ട്. അപ്പോൾ അവിടെ ശിലപ്രഭാത് അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേര് മോഹൻ ദേ എന്നാണ്. ദേ ഫാമിലിയാണ് അദ്ദേഹത്തിൻ്റെ അച്ഛൻ. അതുകൊണ്ട് ശിലാപ്രഭാതിൻ്റെ പേരും അഭയചരണാവിന്ദൈ ദേ എന്ന പേരാണ് അദ്ദേഹത്തിന് ചെറുപ്പകാലത്തുണ്ടായിരുന്നത്. അപ്പം ഡേ എന്നുള്ള സ്ഥാനപ്പേരാണ്. അവർ സുവർണ മാലിക്, സുവർണ അച്ഛൻ ഗോൾഡ്, മല്ലിക് അച്ഛൻ സുവർണ വാണിക് അച്ഛൻ കച്ചവടക്കാർ. അപ്പോൾ സ്വർണം കച്ചവടം എന്നവരുടെ മെയിൻ തുടങ്ങി. അപ്പോൾ ധാരദത്ത എന്ന് പറഞ്ഞാൽ വളരെയധികം ഉയർന്ന തരത്തിലുള്ള വൈഷ്ണവനായിരുന്നു. അദ്ദേഹത്തിന് നിത്യാനന്ദപ്രഭുവിനെ ആരാധിക്കാനുള്ള അവകാശം കിട്ടിയ ഫാമിലിയാണ്. അതെന്തുകൊണ്ട് അങ്ങനെ ഒരു അവകാശം വന്നു അത് ബാക്ക്ഗ്രൗണ്ടിലൂടെ പറയുന്നുണ്ട്. പണ്ട് സപ്തഗ്രാമത്തിൽ സുവർണ നായക് വണിക് കമ്മ്യൂണിറ്റിയിൽ ഒരു വലിയൊരു കച്ചവടക്കാരുണ്ടായിരുന്നു. നമുക്കറിയാം വൈശ്യർ എന്ന് പറയുമ്പോൾ ഇവരെ കച്ചവടം വൈശ്യരാണ്. വൈശ്യർ എന്നാണ് കൃഷി, ഗോരക്ഷ, ബാങ്കിങ്, ഇതാണ് മെയിനായിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫാമിലിയിൽ ഗൗരസേന എന്ന് പറഞ്ഞ ഒരു മുൻഗാമി ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം അവിടേക്ക് വന്ന് വേറൊരു ബല്ലാൽ സേന എന്ന് പറഞ്ഞ ആൾക്കൊക്കെ ബല്ലാൽ സേന ചരിത്രത്തിൽ പറയുന്നുണ്ട് രാജാവാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ബല്ലാൽ സേന ഇത് പറഞ്ഞ ആവശ്യം, രാജ്യത്തിന് വേണ്ടിയിട്ടുള്ള ആവശ്യം
പണം ആവശ്യമുണ്ട്. പണം ആവശ്യം അവർ ഈ പറഞ്ഞ വൈശ്യയിൽ നിന്ന് കടം വാങ്ങിക്കാം. ഇപ്പോൾ രാജാക്കന്മാർക്ക് യുദ്ധം ചെയ്യണമെങ്കിൽ, യുദ്ധം നടത്തണമെങ്കിൽ അത് ധാരാളം പണം വേണം. ഈ പണമെല്ലാം ഫൈനാൻസ് ചെയ്യുന്ന അവിടുത്തെ ബിസിനസ് കമ്മ്യൂണിറ്റിയാണ്. പണ്ട് ഇതൊക്കെ ഉണ്ട്. ഇപ്പം നടക്കുന്ന കാര്യം തന്നെയാണ് പണ്ടുണ്ടായതാണ്. കാര്യങ്ങൾ നടത്തുമ്പോൾ ബിസിനസ് കമ്മിറ്റി, പണം വ്യവഹാരം നടത്തുന്ന ബിസിനസ് കമ്മിറ്റിയാണ്. അപ്പോൾ അവരുടെ നിന്ന് ഡൊണേഷൻ വാങ്ങിക്കാം. അപ്പോൾ ഒരു രാജാവ് ഒരു അവകാശം പോലെ ഈ പറഞ്ഞ ഗൗരസേനയിൽ നിന്ന് ധാരാളം പണം വാങ്ങി. പക്ഷെ ഇതൊന്നും തിരിച്ചു കൊടുക്കുന്നില്ല. ഇപ്പോൾ നമ്മുടെ ബാങ്കിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ NPA മാറി, നോൺ പ്രൊഡക്റ്റീവ് ആക്ടിവിറ്റി. അവിടെ പ്രൊഡക്ഷൻ ഒരു ആക്ടിവിറ്റി നടക്കാൻ അതായത് NPA മാറും. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഗൗരസേന മനസ്സിലായി ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര പ്രശ്നം ഉണ്ടാവും. പോയത് പോട്ടെ, ഇപ്പോൾ കാശ് കുറേ അവിടെ പെട്ടി കിടക്കുന്നുണ്ട്, ഇനി നമുക്ക് കെട്ടി കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ ബലാസേന പറഞ്ഞു, ഇനി ഞങ്ങൾ തരില്ല, നിങ്ങൾ പഴയതെല്ലാം വിട്ട ശേഷം നമുക്ക് പുതുതാരംഭിക്കാം. പക്ഷെ ബലാസേനയ്ക്ക് തീരെ ഇഷ്ടമല്ല അത്. കാരണം അദ്ദേഹത്തിന് ഉടനെ പണം ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അത് നടക്കില്ല കണ്ടപ്പോൾ അദ്ദേഹത്തിന് ഗൗരസേനയുടെ ഭയങ്കര ദേഷ്യം, വൈരാഗ്യവും ക്രോധവും. അദ്ദേഹം എന്ത് ചെയ്തു? ബ്രാഹ്മണരുടെ സഹായത്തോട് കൂടിയിട്ട് ഗൗരസേനെ ഫാമിലി മുഴുവൻ എന്താണ് ഓസ്ട്രസൈസ് എന്ന് വെച്ചാൽ ബഹിഷ്കരിച്ചു. സാമൂഹ്യ ബഹിഷ്കരണം നടത്തണം. സമൂഹത്തിൽ യാതൊരു സ്ഥാനമില്ലാണ്ട് ഒരു ബഹിഷ്കരണം നടന്നു. അത് കുറച്ച് വിഷമമാണ്. പക്ഷേ പിന്നീട് നിത്യാനന്ദ പ്രഭു വന്നിട്ടാണ് ഇത് പൂർവ്വസ്ഥിതിയാക്കി. അവർ വീണ്ടും പഴയ പോലെ അവരെ വലിയൊരു ഓണസ്റ്റ് ആയിട്ടുള്ള കച്ചവടക്കാരാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് പൂർവ്വസ്ഥിതി പ്രാപിച്ചു വരും. നിത്യാനന്ദ പ്രഭുവിനെ കൃപയുണ്ട്. ആ നിത്യാനന്ദ പ്രഭു ശുദ്ധീകരിച്ചതോടുകൂടി അവർ വീണ്ടും പൂർവാധികം ജോലി തുടങ്ങി. പിന്നെ അവർ വികസിച്ചു. പിന്നെയാണ് അതിനുശേഷം അവർ കൽക്കട്ട ബ്രിട്ടീഷുകാരുടെ വന്നപ്പോൾ കൽക്കട്ടയിലേക്ക് അവർ ഷിഫ്റ്റ് ചെയ്തു. കൽക്കട്ടയിൽ ഇവരുടെ പോകട്ടുള്ള പകുതിയിലധികം സ്ഥലങ്ങൾ ഇവരുടെ കയ്യിലാണ്. പകുതിയിലധികം സാധനങ്ങൾ കൽക്കട്ട എന്ന് മഹാനഗരമാണ്. മഹാനഗരത്തിൻ്റെ പകുതിയിലധികം ഭാഗം ഒറ്റ ഫാമിലിയുടെ കയ്യിലാണ്. പാലിച്ചു. ഇപ്പോൾ നമുക്കറിയാം, നമ്മളിപ്പോൾ തൃശ്ശൂർ ഏത് ടൗൺ പോയാൽ ശരി, ഏതെങ്കിലും 2 ഫാമിലിക്ക് കുറേയധികം സ്ഥലങ്ങളുണ്ടാകും. അവരുടെ പേരിലായിരിക്കും അധികം കിടക്കുന്നുണ്ടാവുക. അതേപോലെ ഇവരുടെ പേരിൽ ധാരാളം കച്ചവടത്തിൻ്റെ ബലം കൊണ്ട് ഡേ ഫാമിലിയുടെയും സിൽ ഫാമിലിയുടെയും പേരിൽ കൽക്കട്ട പകുതി സ്ഥലങ്ങൾ ഇവരുടെ പേരിലാണ്. പിന്നീട് സെറ്റ് ബാക്ക് വന്നു. അതിനുശേഷം അതിന് മുമ്പാണ് ഇതുണ്ടായി. അതിനുശേഷം യൂറോപ്പിൽ വന്ന ശേഷം കൽക്കട്ടയിൽ വന്ന ശേഷം അവർക്ക് പുരോഗതിയാണ് ഉണ്ടായത്. ഇപ്പോൾ ഇവിടെ സപ്തഗ്രാമത്തെ പറ്റി വീണ്ടും പറയണം. അവിടെ ഒരു 6 കൈകളുള്ള മഹാപ്രഭുവിൻ്റെ ഷഡ്ഭുജ ഫോം ഉണ്ട്. അത് ചെയ്യുന്നുണ്ട്. ഭഗവാന്റെ വലതു ഭാഗത്ത് നിത്യാനന്ദ പ്രഭു, ഇടതു ഭാഗത്ത് ഗദാധര പ്രഭു, രാധാ ഗോവിന്ദ മൂർത്തി, ശാലഗ്രാമ ശില, ഇതെല്ലാം ഇതിനൊക്കെ സിംഹാസനം താഴെ വെച്ചിരിക്കുകയാണ്. In front of the hall, there is now a big hall. In front of the hall is a Madhvi leather plant. Temple is very shady, cool, and nicely situated location. നിറയെ വൃക്ഷാദികൾ ഈ അമ്പലത്തിന് ചുറ്റുമുണ്ട്. അത് കാരണം അവിടെ എപ്പോഴും ഒരു കുളിർന്ന തണുപ്പ് ഹരിയാലിയാണ്. അത് പുരിയിലെ പല അമ്പലങ്ങൾ, പുരിയിലെ നാട്ടിലെ പല അമ്പലങ്ങളും, നമ്മുടെ നാട്ടിലെ അമ്പലങ്ങൾ പോയി കഴിഞ്ഞാൽ അമ്പലങ്ങൾ പൊതുവെ പറമ്പിൽ ചെടികൾ അല്ലെങ്കിൽ മരങ്ങൾ വെച്ച് നട്ടും, ചെടികൾ അത്യാവശ്യം പൂക്കൾ, നിത്യപൂജയ്ക്ക് വേണ്ട പൂക്കളെല്ലാം അവിടെ തന്നെ ഉൽപ്പാദിക്കും, അവിടെ തന്നെ ഉണ്ടാക്കും, കൃഷി ചെയ്യും. പിന്നെ കുറേ മരങ്ങൾ വളർത്തും. അപ്പോൾ അതുകൊണ്ട് ഭഗവാൻ നൽകാനുള്ള ദ്രവ്യം, പൂക്കൾ, പഴങ്ങൾ അതെല്ലാം അവിടെ ഉണ്ടാവും.
മാത്രമല്ല അവിടെ എല്ലാം നല്ല തണുത്ത അന്തരീക്ഷമായിരിക്കും, നല്ല ഹരിയാലിയായിരിക്കും അത്. അപ്പം അങ്ങനെയുള്ള നല്ല അമ്പലമായിരുന്നു. ചൈതന്യ മഹാപ്രഭുവിൻ്റെ ഒരു വിഗ്രഹം ആരാധിച്ചു. വളരെ പ്രസിദ്ധമായിട്ടുള്ള അമ്പലമാണ്. പക്ഷേ എല്ലാ ഭഗവാൻ കുട്ടിക്കാലത്ത് ഞങ്ങൾ അവിടെ പോയിരുന്നു, ആരാധന ചെയ്യുന്നു. അതിനുശേഷം ശില ഭഗവാൻ ഇസ്കോൺ സ്ഥാപിച്ച ശേഷം 1966 ശേഷം 1967 ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. ഇന്ത്യയിൽ തിരിച്ചു വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിൽ കുറച്ച് അമേരിക്കൻ ഡിസൈപ്പിൾസും അദ്ദേഹത്തിൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ കൽക്കട്ട ഭാഗത്ത്, ബംഗാൾ ഭാഗത്ത് ഇസ്കോനെ പറ്റി ആൾക്കാരെ അറിഞ്ഞു തുടങ്ങിയിരുന്നു. ശിലബോധം പതുക്കെ അദ്ദേഹം ഒരു പ്രസിദ്ധനായി മാറി ഇന്ത്യയിൽ തന്നെ. അപ്പോൾ അദ്ദേഹത്തിനെ ഇവരെ സ്വീകരിക്കുകയാണ്, വിളിച്ചു വരുത്തി സ്വീകരിച്ചു. അപ്പോൾ ശിലബോധം പണ്ട് ഞാൻ കണ്ടിട്ടുണ്ട്, ഇപ്പോൾ എൻ്റെ അമേരിക്കൻ ശിഷ്യന്മാരൊപ്പം നമ്മൾ കണ്ടു. കാരണം ഇത് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. കാരണം അവരെല്ലാം വൈഷ്ണവരാണ്. ഈ പറഞ്ഞ സുവർണമണിക്ക് എന്ന് പറഞ്ഞ ആൾക്കാരെല്ലാം വൈഷ്ണവരാണ്. അപ്പം നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഇവിടെ പറയുന്നുണ്ട്, അനുഭാഷയിൽ ഭക്തി സിദ്ധാന്ത സരസ്വതി ഭാഷ്യത്തിൽ പറയുന്നുണ്ട്, 1876 AD നിത്തായ് ദാസ ഒരു 12 ബീഗവന, ഒരു 4 ഏക്കർ ഭൂമി ഉദാരദത്ത താക്കൂറിൻ്റെ അമ്പലത്തിനായിട്ട് ദാനം ചെയ്യുന്നത്. പിന്നീട് മാനേജ്മെൻറ്റ് മോശമായി, ഉദാസീനമായി. അതെങ്ങനെയാണ് കുറേ കാലം നന്നായി നിലനിൽക്കുമ്പോൾ ഏതെങ്കിലും കഴിവില്ലാത്ത ആൾക്കാർ അല്ലെങ്കിൽ താല്പര്യമില്ലാത്ത ആൾക്കാർ കയറി വരുമ്പോൾ അത് ക്ഷയിക്കും. അതിപ്പോൾ ഏത് കാര്യമാണെങ്കിലും, ഇപ്പോൾ ബിസിനസ് നന്നായിട്ട് ഫ്ലറിഷ് ചെയ്യുന്ന ഫാമിലി ഉണ്ടാവും. പക്ഷേ പിന്നീട് വരുന്ന ഫാമിലി മെമ്പേഴ്സ് അത്രത്തോളം ശുഷ്കരായിരിക്കില്ല, ശുഷ്കാന്തിണ്ടായിരിക്കില്ല. അപ്പോൾ അവരുടെ ആ ബിസിനസ് ഇല്ലാണ്ട്. അപ്പോൾ ഇതേപോലെ ഈ അമ്പലം കുറച്ച് മോശമായി തോന്നി, പക്ഷേ പിന്നീട് അത് വീണ്ടും ഉദ്ധരിക്കപ്പെട്ടു. ജഗമോഹൻ ദത്ത ഒരു മരത്തിൻ്റെ മൂർത്തിയെ ഉണ്ടാക്കി അവിടെ പ്രസ്താവിച്ചു. അപ്പോൾ ഇവിടെ ഈ ഉദാനന്ദ താക്കൂറിൻ്റെ പിക്ചർ അവിടെ ഉണ്ട്, അതും വർഷിപ്പ് ചെയ്യുന്നുണ്ട്. Udanadatta Thakur was a manager of the estate of a big zamindar in Naihati, about 1.5 miles of Katua. The relics of royal family are still visible near Danahatta station. Since Udanadatta Thakur was a manager of the estate, he was also known as Udharanapura, Udharanadatta. The Thakura installed Nityananda Gaudadis that were later bought from the house of the Zamindar, which is known as Vanivari Bada. Sri Uttarananda Thakur remained a householder throughout his life. His father's name was Sri Karadatta, and his mother's name was Udhavari, and his son's name was Srinivasa Datta. The family background പറയണം. ജീവിതകാലം മുഴുവൻ അദ്ദേഹം ഹൗസ് ഹോൾഡിട്ട് നിന്നുണ്ട്. അച്ഛൻ്റെ പേര് ശ്രീ കരദാത്ത, അമ്മയുടെ പേര് ഭദ്രാവതി. അതിന് മകൻ്റെ പേര് ശ്രീനിവാസ ദത്ത. അപ്പോൾ ഇവരെ കുറിച്ച് ചെറുതായിട്ടുള്ളൊരു വിവരണം കൊടുക്കുന്നുണ്ട്. അതിനുശേഷം വേറെ ആചാര്യം പറ്റി പറയുന്നുണ്ട്. ആചാര്യ വൈഷ്ണവാനന്ദ ഭക്തിധികാരി പൂർവാശ്രമേ ചില യാന്ത്ര രഘുനാഥേ പുരി. The 27th permanent devotee of Nityananda Prabhu was Acharya Vaishnavananda, a great personality of devotional service. He was formerly known as Raghunatha Puri.
ഗൗരഗണാപദേശത്തിൽ ഈ രഘുനാഥപുരി എന്നുള്ള വളരെയധികം അഷ്ടസിദ്ധി, അണിമ, ഗരിമ, ലഘിമ, പ്രാപ്തി, അങ്ങനെ കുറേ 8 സിദ്ധികളുണ്ട്. ഇപ്പം 8 സിദ്ധികൾ ഇഷ്ടപ്പെടാൻ അത് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവും. ചിലത് തനത്താൻ വന്നു, ഭക്തന്മാരെ ചിലപ്പോൾ ഒരു തനത്താൻ വന്ന് ചേരും, ഭക്തന്മാരെ അറിയാനെ തന്നെ. അല്ലാതെ കർമ്മികൾ ഇതിന് പിന്നാലെ പോകുന്ന ഇഷ്ടസിദ്ധികൾ മോഹിച്ചു പോകുന്ന ആൾക്കാരുണ്ട്. അവർക്കൊരു പക്ഷേ തെറ്റുപറ്റാം, കാര്യങ്ങൾ ശരിക്കും മനസ്സിലാക്കാതെ നോക്കുമ്പോൾ അവർ തെറ്റുപറ്റാം. പക്ഷേ ഇല്ലാത്ത ഇവിടെ ഇരിക്കുന്ന ശരിയായ ഭക്തന്മാർക്ക് നമ്മുടെ വൈഷ്ണവാനന്ദ എന്നുള്ള അധികാരിയായിട്ട് കണക്കാക്കണം. ഡിവോഷണൽ സർവീസിൽ അദ്ദേഹത്തിന് അധികാരമുണ്ട്. അപ്പോൾ അദ്ദേഹം മിസ്റ്റിക് സിദ്ധിയിൽ എക്സ്പേർട്ട് ആണെങ്കിൽ പോലും അദ്ദേഹം കൂടുതലായിട്ട് അറിയപ്പെടുന്നത് ഭക്തനായിട്ടാണ്. ഒരു പ്രത്യേക സിദ്ധിയുടെ അവതാരമായിട്ട് കണക്കാക്കുന്നുണ്ട്. പണിമ, ഗരിമ, ലഘിമ, പ്രാപ്തി, എന്താണ് അട്രാക്ട് ചെയ്യുക, പിന്നെ ഓരോ ഗ്രഹങ്ങളിൽ പോകാനുള്ള കഴിവ്, ഇങ്ങനെ കുറേ ഇതുണ്ട്. അതിൻ്റെ ഒരെണ്ണത്തിൻ്റെ അവതാരമായിട്ട് അദ്ദേഹത്തെ കണക്കാക്കാം. പക്ഷെ അദ്ദേഹം കൂടുതൽ ഭക്തൻ എന്ന നിലയിൽ, നിത്യാനന്ദ പ്രഭുവിൻ്റെ ഭക്തൻ എന്ന നിലയിൽ ഭക്തിയുത സേവനങ്ങൾ ചെയ്യാനാണ് അദ്ദേഹത്തിന് താല്പര്യം. പിന്നെ 3 ബ്രദേഴ്സിനെ പറ്റി പറഞ്ഞ വിഷ്ണുദാസ, നന്ദന, ഗംഗാദാസ, തീനഭായി, പൂർവയാൻഡ്രെ ഘരെ, ചില, താക്കുര, നിതായി. വിഷ്ണുദാസനാണ് ആദ്യം, ഇതിന് 3 പേരിലും വിഷ്ണുദാസനാണ് ആദ്യം നിത്യാനന്ദന്റെ ശിഷ്യനായി മാറുന്നത്. അദ്ദേഹം ശിഷ്യനായി മാറിയപ്പോൾ വേറെ 2 ബ്രദേഴ്സ്, നന്ദന, ഗംഗാദാസ, നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ മാസം ഈ മാസം ഇതിൽ പോയിപ്പോൾ നാലമ്പലം യാത്രയിൽ പോകുമ്പോൾ അവിടെ 2 ബ്രദേഴ്സ് നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരാളാണ് ചെറിയ ആളാണ് ആദ്യം കൃഷ്ണനാമത്തിൽ വന്ന്, പിന്നെ അദ്ദേഹത്തിൻ്റെ ഫാമിലി മെമ്പേഴ്സിനെല്ലാം കൊണ്ടാശം വെച്ചു. അതിൽ ചേട്ടൻ വേറെ താല്പര്യത്തിലൂടെ ഏറ്റെടുത്തു. അച്ഛനമ്മയും എടുത്തിട്ടില്ല എന്ന് അവർ കംപ്ലൈൻറ്റ് ചെയ്തു. പക്ഷെ എന്നാലും ഫാമിലി മെമ്പറിനെല്ല ചേട്ടൻ കയറി എടുത്തു. അങ്ങനെ അവർ 2 ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ നാലമ്പല യാത്രയ്ക്ക്. അതേപോലെ വിഷ്ണുദാസ ആദ്യം ഭക്തനായി, പിറകെ അദ്ദേഹത്തിൻ്റെ 2 സഹോദരന്മാരില്ല, നന്ദന, ഗംഗാദാസ. ഇവര് നവദ്വീപില് ഭട്ടാചാര്യ ഫാമിലിയിൽപ്പെട്ട ആളാണ്, ബ്രാഹ്മണനാണ്. അവിടെ ഭട്ടാചാര്യ ബ്രാഹ്മണൻസ് അവിടെ. അപ്പോൾ വിഷ്ണുദാസൻ, ഗംഗാദാസൻ കുറച്ചു കാലം ചൈതന്യ മഹാപ്രഭുവിനൊപ്പം ജഗന്നാഥപുരി ഉണ്ടായിരുന്നു. അപ്പോൾ അവരെ അവിടെ സമയത്ത് നിത്യാനന്ദ പ്രഭു അദ്ദേഹത്തിൻ്റെ അവരുടെ വീട്ടിൽ പോയി താമസിക്കുമായിരുന്നു. അപ്പോൾ ഭക്തന്മാരെ സംബന്ധിച്ച് ഏറ്റവും വലിയ സന്തോഷമാണ് ആ കാലത്തുള്ള ഭക്തന്മാർക്ക്. സകല ആൾക്കാർക്കും അന്ന് തന്നെ ചൈതന്യ മഹാപ്രഭു, നിത്യാനന്ദ പ്രഭുവും ഭഗവാനാണെന്ന് അറിയാം. അപ്പോൾ അതുകൊണ്ട് അത് ഭക്തന്മാരുടെ അവരുടെ ഭക്തന്മാർക്ക് എല്ലാവർക്കും അറിയണമെന്നില്ല. അതുകൊണ്ട് അവരെല്ലാം പ്രസാദത്തിനായിട്ട് ക്ഷണിക്കും, നിത്യാനന്ദ പ്രഭുവിനെയും ചൈതന്യ മഹാപ്രഭുവിനെല്ലാം. അപ്പോൾ അവരെന്ന് കഴിഞ്ഞാൽ അവിടെ ധാരാളം സുഭിക്ഷമായിട്ട് കഴിക്കും. ഭക്തന്മാരുടെ വീട്ടിൽ പോയിട്ടാണ് നിത്യാനന്ദ പ്രഭു, ചൈതന്യ മഹാമാരുടെ അവർ ഭക്തന്മാർ വീട്ടിൽ പോയി കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര സുഭിക്ഷമാണ് അവർ കഴിക്കും. അവർ സാധാരണ എല്ലാത്തിനും കഴിക്കണ്ടല്ലോ. പക്ഷെ ഇപ്പോൾ ഭക്തന്മാർ വിളിച്ചു കഴിഞ്ഞാൽ, ഭക്തന്മാർ വീട്ടിൽ പോയി കഴിഞ്ഞാൽ പിന്നെ അവരെ സുഭിക്ഷമായി കഴിക്കും. അപ്പോൾ നമ്മൾ തന്നെ സിദ്ധാസ്വാമി മഹാരാജ്, നമുക്ക് ദീക്ഷാനന്ദ മഹാരാജ്, അവരെല്ലാ വർഷവും ഇവിടെ വരും. വന്നിരുന്നു. അപ്പോൾ അവിടെ റായ്പൂരിലാകുമ്പോൾ അദ്ദേഹം വളരെ ശ്രദ്ധിച്ച പ്രസംഗം കഴിക്കാം.
ഡയറ്റിംഗ് പോലെ അങ്ങനെ കണ്ടവാണെന്നും കഴിക്കില്ല. പക്ഷെ ഇവിടെ വന്നുമ്പോൾ ശിഷ്യനായതുകൊണ്ട് നമ്മൾ ഒരുക്കുന്ന കാര്യങ്ങൾ വളരെ സന്തോഷത്തോടെ അദ്ദേഹം കഴിക്കും. അപ്പം നമുക്ക് കൃപ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യണം. അദ്ദേഹം ഇഷ്ടമാണ്, അതേസമയത്ത് നമുക്ക് കൃപ ചെയ്യാനായിട്ട് ധാരാളം കഴിക്കുമായിരുന്നു. അതുപോലെയാണ് നിത്യാനന്ദപ്രഭുവും ചൈതന്യ മഹാപ്രഭുവും. ഭക്തന്മാരുടെ പോയി കഴിഞ്ഞാൽ അവരിഷ്ടം പോലെ കഴിക്കും, അവർ വളരെ സന്തോഷമാണ്. കാരണം ഭക്തന്മാർക്ക് അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. നമ്മുടെ സന്തോഷം ഭഗവാന്റെ സന്തോഷമാണ്, അല്ലെങ്കിൽ ഗുരുവിൽ നിൽക്കുന്ന സന്തോഷമാണ്. ഗുരുവിന് സന്തോഷമായി കഴിഞ്ഞാൽ രാധാറാണി ഭഗവാൻ ഈസി ആയിട്ട് കിട്ടും. അപ്പോൾ അവരെ സന്തോഷിപ്പിക്കുക എന്നുള്ളത് ഒരു മാർഗം, നല്ല പ്രസാദം കൊടുക്കുക എന്നാണ്. ഇവർക്ക് ആവശ്യമില്ലെങ്കിൽ പോലും അവർ ഭോഗം കഴിക്കുമ്പോൾ അവർ കൃഷ്ണൻ്റെ ആ സ്മെൽ അവർക്ക് ഉണ്ടാവും. അപ്പോൾ അവർ കൂടുതൽ കൃഷ്ണനെ കുറിച്ച് സംസാരിക്കും. അപ്പോൾ അതാണ് ബെനിഫിറ്റ്. അടുത്ത നിത്യാനന്ദ ഭൃത്യ പരമാനന്ദ ഉപാധ്യായ ശ്രീ ജീവ പണ്ഡിത നിത്യാനന്ദ ഗുണകായ. നിത്യാനന്ദ ഭൃത്യ പരമാനന്ദ ഉപാധ്യായ. Paramananda Vadhyaya was Nityananda Prabhu's great servitor. Sri Jiva Pandita glorified the qualities of Nityananda Prabhu. പരമാനന്ദ ബോധ്യായ എന്നുള്ള വളരെയധികം ഉന്നത തരത്തിലുള്ള ഭക്തനായിരുന്നു. ചൈതന്യ ഭാഗവതത്തിൽ പരാമർശിക്കുന്നുണ്ട്. ജീവപണ്ഡിത എന്നുള്ളത് രണ്ടാമത്തെ മകനാണ്, രത്നഗർഭ ആചാര്യയുടെ രണ്ടാമത്തെ മകനാണ്. ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ഓഫ് ഹദായ് ഓജ, നിത്യാനന്ദന്റെ അച്ഛനായിട്ടുള്ള ഹദായ് ഓജയുടെ അവിടെ Jivapandi is also mentioned as second son of Namaga Acharya and childhood friend of Hadai Oja, the father of Nityananda Prabhu. നിത്യാനന്ദ പ്രഭുവിൻ്റെ അച്ഛൻ ഏകചക്രയിലാണ് അവരുടെ ജനം. അവിടെയുള്ള പത്മാവതി എന്നാണ് അമ്മയുടെ പേര്. ഹദായ് ഓജയാണ് നിത്യാനന്ദ പ്രഭുവിൻ്റെ അച്ഛൻ്റെ പേര്. ഇപ്പോൾ ജീവ പണ്ഡിത എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ അച്ഛനായിട്ടുള്ള രത്നഗർഭ ആചാര്യ, രത്നഗർഭാചാര്യയുടെ വളരെയധികം അടുത്ത സുഹൃത്തായിരുന്നു പരമാനന്ദ ഉപാധ്യായ. ജീവ പണ്ഡിത, ശ്രീ ജീവ പണ്ഡിത വാസ് ഫോമർലി ദ ഗോപി നെയ്മഡ് ഇന്ദിര. ഇന്ദിര എന്ന പേരുള്ള ഗോപിയായിരുന്നു ജീവ പണ്ഡിത എന്ന് പറയുന്നത്. അടുത്ത ശ്ലോകം നടന്ന ശ്ലോകം. പരമാനന്ദ ഗുപ്ത കൃഷ്ണഭക്ത മഹാമതി പൂർവീയാൻഘരേ നിത്യാനന്ദേര വസതി. The 31st devotee of Nityananda Prabhu was Paramananda Gupta, who was greatly devoted to Lord Krishna and highly advanced in spiritual consciousness. Formerly, Nityananda Prabhu also resided at his house for some time. ഭഗവാന്റെ വലിയ ഭക്തനായിരുന്നു, കൃഷ്ണന്റെ വലിയ ഭക്തനാണ് ഈ പരമാനന്ദ ഗുപ്ത. മാത്രമല്ല, അതുകൊണ്ട് കൃഷ്ണഭക്തനായതുകൊണ്ട് വളരെ ആത്മീയമായി മുന്നേറിയ അദ്ദേഹം. നിത്യാനന്ദ പ്രഭു അദ്ദേഹത്തിന്റെ വീട്ടിൽ എപ്പോഴും ഇരിക്കുമായിരുന്നു. അപ്പോൾ പരമാനന്ദ ഗുപ്ത ഒരു കൃഷ്ണനെ കുറിച്ച് നല്ലൊരു കവിത സമാഹാരം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ പേര് കൃഷ്ണ സഹാവലി. അത് വളരെ പ്രസിദ്ധമാണ്. അതിൻ്റെ ശ്ലോകങ്ങളെല്ലാം അതിൻ്റെ ശരിയായിട്ടുള്ള സ്വരൂപത്തിൽ അദ്ദേഹം മഞ്ജരി ചെയ്യുന്നു. പേര് മഞ്ജുമേധ്യ. മഞ്ജുമേധ എന്നുള്ള ഇതിൻ്റെ കൃഷ്ണഗീതയിലുള്ള ഭൂമിയുടെ പേരാണ് മഞ്ജു മേധ. എന്നെ പരമാനന്ദ പ്രഭു ഇപ്പോഴും കൃഷ്ണനെ കുറിച്ചിട്ടുള്ള ധാരാളം പ്രയാസം എഴുതുന്നു. ഇനി വരുന്ന ശ്ലോകങ്ങൾ കൂടുതൽ ഭക്തന്മാർ വീട്ടിൽ വരുന്നുണ്ടാവും. 60 ശ്ലോകം വരെ ഇത് പോയിക്കൊണ്ടിരിക്കുകയാണ്. 61. അതെ,
Right. Hare Krishna. Thank you very much. Vancha kalpadruvascha vasantivascha పరితానాం పావనేభ్యో వైష్ణవేభ్యో నమో నమః. అనంతకోటి వైష్ణవులందరికీ జై. శ్రీలా ప్రభుపాదులకి జై హో. Hare Krishna.